നാളിതുവരെ അച്ചപ്പ സുരഭി കണ്ടിട്ടില്ലേ? ഓ, ഓർമ്മ വന്നു. അച്ചപ്പം. അയ്യോ. ഓ മാമോളോ ഇരിക്കേ. എന്റെ മോൾക്ക് ഞാനേ ഫുഡ് എടുത്തു തരാം. ഓ, ശ്യാമയും പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്? ശ്യാമയും വാ, കുറച്ച് ടേസ്റ്റിയായി ഫുഡ് കഴിക്കാം. എന്തോ? വാ, കുറച്ച് റിച്ചായി ഫുഡ് കഴിക്കാന്നേ. വാ ശ്യാമേ. വാ, അല്ലമ്മേ. ബർഗർ, പിസ്സ, നൂഡിൽസ് എല്ലാം ഉണ്ട്. ഏതാ ശ്യാമയ്ക്ക് ഇഷ്ടം? ചൂസ് ചെയ്തോളൂ. ഇരിക്ക് ശ്യാമേ, കോസ്റ്റ്ലി ആയ ഫുഡ് കഴിക്ക്. കുഞ്ഞിന് നല്ലതാ. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാ. ഞാൻ പിസ്സ കഴിക്കോ? ശ്യാമയോ? അമ്മേ, അമ്മ ഉണ്ടാക്കി അച്ചപ്പം മുറുക്കും എങ്ങെടുത്ത് തന്നെ. ശ്യാമേ, നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്ത് കോസ്റ്റ്ലി ഫുഡാണെന്നറിയോ? ഇത് എവിടെന്നാ വാങ്ങിയെന്നറിയോ? ശരിയെടുത്തി, ഈ ഫുഡ് ഐശ്വര്യടുത്തിയുടെ അമ്മ വലിയ വില കൊടുത്ത് വാങ്ങിയതാവും. എന്നാ ഇതെല്ലാം എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഈ ഇരിക്കുന്ന ഓരോ പലഹാരങ്ങളും ചുട്ടെടുക്കുമ്പോഴും എന്റെ അമ്മയുടെ മനസ്സ് നിറയെ ഞാനായിരുന്നു. എന്നോടുള്ള സ്നേഹമായിരുന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ഇനി എത്ര ലക്ഷങ്ങൾ മുടക്കി ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും ആ ഇരിക്കുന്ന ഒരു ഫുഡിനും എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ പലഹാരങ്ങളുടെ വില വരില്ല. ഇത് വെറും മാവും ശർക്കരയും എണ്ണയും കൊണ്ടുണ്ടാക്കിയതല്ല. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂട്ടിച്ചേർത്താ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മൂല്യം കൂടും. അമ്മേ, എടുത്തു തന്നേ. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരം അത് മതി എനിക്ക്. അയ്യോ. ശ്യാമേച്ചിയുടെ ഡയലോഗ് സൂപ്പർ.